നമസ്കാരം. വയനാട് കള്ളാടിയിലുണ്ടായ വലിയ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കാണാതായ 2 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. ഇതോടെ മരണസംഖ്യ 5ആയി ഉയർന്നു. വ്യാഴാഴ്ച രാവിലെ ദുരന്ത ഭൂമിയിൽ വീണ്ടും ആരംഭിച്ച രക്ഷാപ്രവർത്തനത്തിലാണ് 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തത്. മീനാക്ഷി പാലത്തിന്റെ താഴെ വലതുഭാഗത്തു നിന്നും മീനാക്ഷി പുഴയിൽ നിന്നുമാണ് ഒടുവിലായി മൃതദേഹങ്ങൾ കിട്ടിയത്. മണ്ണ് മാറ്റി നടത്തുന്ന തെരച്ചിലിൽ പൈപ്പുകൾക്കും തകർന്ന വാഹനാവശിഷ്ടങ്ങൾക്കും ഇടയിൽ അധികം താഴ്ചയല്ലാത്ത ഭാഗത്തു നിന്നാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. കാണാതായ 5 ഇതര സംസ്ഥാന തൊഴിലാളികളിൽപ്പെട്ടവരുടേതാണ് ഈ മൃതദേഹങ്ങളെന്നാണ് പ്രാഥമികമായ നിഗമനം. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പ്രയാസമുണ്ടെങ്കിൽ DNA പരിശോധന നടത്തുമെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന മൃതദേഹം എംബാം ചെയ്ത് മാത്രമേ ഇവരുടെ സ്വദേശങ്ങളിലേക്ക് അയക്കൂവെന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. അതിനിടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ദുരന്ത സ്ഥലമായ കള്ളാടി സന്ദർശിച്ചു. തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുനിന്ന് വെറും 200 മീറ്റർ ചുറ്റളവിലാണ് നാടിനെ നടുക്കിയ ഈ വലിയ മണ്ണിടിച്ചിലുണ്ടായത്. മീനാക്ഷി പാലത്തിന് സമീപം 10 അടിയോളം ഉയരത്തിലാണ് മണ്ണ് മല പോലെ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. ദുരന്ത സ്ഥലത്തെ ആകെ 4 സോണുകളായി തിരിച്ചാണ് നിലവിൽ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഇതിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന 1-ാം സോണിലും 2-ാം സോണിലുമാണ് ഇന്ന് പ്രധാനമായും രക്ഷാപ്രവർത്തകർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മണ്ണിനടിയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ അത്യാധുനിക സ്പോട്ട് ലൊക്കേഷൻ ക്യാമറകളെയും ഖഡാവർ നായ്ക്കളെയും തെരച്ചിലിനായി ഉപയോഗിക്കുന്നുണ്ട്. ഇടവിട്ട് പെയ്യുന്ന ശക്തമായ മഴയും പുഴയിലെ കടുത്ത ഒഴുക്കുമാണ് നിലവിൽ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും കാണാതായ മറ്റ് 3 പേർക്കായുള്ള തെരച്ചിൽ അതീവ ജാഗ്രതയോടെ തുടരുകയാണ്. അതേസമയം ദുരന്തത്തെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ ചൂരൽമല നിവാസികളെയും അടിയന്തര ആവശ്യങ്ങളുള്ളവരെയും താൽക്കാലികമായി മീനാക്ഷി പാലത്തിലൂടെ കടത്തിവിട്ടു തുടങ്ങിയിട്ടുണ്ട്. സുരക്ഷിതത്വം മുൻനിർത്തി പ്രദേശത്തെ 49 കുടുംബങ്ങളെ ഇതിനോടകം തന്നെ മേപ്പാടി പോളിടെക്നിക് കോളേജിൽ സജ്ജമാക്കിയ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ സേനാ വിഭാഗങ്ങൾ ഒത്തൊരുമിച്ചാണ് കള്ളാടിയിൽ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, പോലീസ് എന്നിവർക്കൊപ്പം മീനങ്ങാടി, കണ്ണൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നുള്ള NDRF സംഘങ്ങളും പാണ്ടിക്കാട്ടു നിന്നുള്ള SDRF സംഘങ്ങളും ദുരന്തഭൂമിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ ആത്മ, സിവിൽ ഡിഫൻസ് എന്നിവയുടെ 100-ലധികം വരുന്ന വോളണ്ടിയർമാരും സജീവമായി രംഗത്തുണ്ട്. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ഡിഫൻസ് സെക്യൂരിറ്റി ഫോഴ്സിന്റെ 100-അംഗ സംഘവും ഇവിടെ പൂർണ്ണ സജ്ജരായി നിലയുറപ്പിച്ചിട്ടുണ്ട്. മന്ത്രിമാരായ T സിദ്ദിഖ്, AP അനിൽകുമാർ എന്നിവർ വയനാട്ടിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ നേരിട്ട് ഏകോപിപ്പിക്കുന്നുണ്ട്. ദുരന്തത്തെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തുന്നതിനായുള്ള പ്രത്യേക സമിതിക്ക് ഇന്ന് രൂപം നൽകും.